ഹായ് എവരിവൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ടയോട്ടയുടെ ഏറ്റവും പുതിയ MPV സെഗ്മെൻറ്റിലുള്ള വാഹനമായ വെലോസ് എന്ന് പറഞ്ഞ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കാണുന്നതാണ് 2024 ഏറ്റവും പുതിയ ടയോട്ടയുടെ MPV സെഗ്മെൻറ്റിലുള്ള വെലോസ് എന്ന് പറഞ്ഞ വാഹനം. ഫ്രണ്ട് ഗ്രില്ലിലേക്ക് കയറി നിൽക്കുന്ന വളരെ വലിയൊരു LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹെഡ് ലാമ്പിൻ്റെ മുകളിലായിട്ട് ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വെലോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ തൊട്ട് താഴെ ബമ്പറിൽ ക്രോമിയം ഫിനിഷിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഭാഗത്ത് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെ ബമ്പറിൽ അലുമിനിയം ഫിനിഷിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. മധ്യത്തിലായിട്ട് വെലോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, 3D ഡിസൈനോട് കൂടിയ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള വലിയൊരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മധ്യത്തിലായിട്ട് ടയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. ഗ്രില്ലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ക്രോമിയം ബ്ലാക്ക് ഫിനിഷുള്ള ലൈനും അതിന് തൊട്ട് മുകളിലായിട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്രോമിയം ഫിനിഷുള്ള ലൈനും കൊടുത്തിരിക്കുന്നു. വളരെ ചെറിയൊരു ബോണറ്റ് ഏരിയയാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൽ തന്നെ രണ്ട് വശങ്ങളിലും ക്യാരക്ടർ ലൈൻ കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനുകളും കട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ലൈനിങ് വാഹനത്തിൻ്റെ വശങ്ങളിലേക്കും കയറി നിൽക്കുന്നു. അതുപോലെ തന്നെ വീലാർച്ചിന് ചുറ്റുമായിട്ട് ഒരു കട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു പ്രത്യേക ഭംഗി ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ വീൽ സൈസ് വരുന്നത് 205/50 R17 ആണ്. വളരെ ഭംഗിയുള്ള ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ഒരു അലോയ് വീലാണ് ഈ വാഹനത്തിന് ടയോട്ട കൊടുത്തിരിക്കുന്നത്. അലോയ് വീലിൻ്റെ മധ്യത്തിലായിട്ട് ടയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഹെഡ് ലാമ്പ് യൂണിറ്റിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ക്രോമിയം ലൈനിങ് അവസാനിക്കുന്നത് വാഹനത്തിൻ്റെ ഏറ്റവും പുറകിലെ ക്വാർട്ടർ ഗ്ലാസിനോട് ചേർന്ന ഭാഗത്താണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ ABC പില്ലറുകളെല്ലാം വരുന്നത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളേർഡായിട്ട് തന്നെയാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിൻ്റെ 4 വശങ്ങളിലും വളരെ ഭംഗിയായി കൊടുത്തിരിക്കുന്നു. പുറകിലെ വീലാർച്ചിൻ്റെ മുകളിലായിട്ട് ബോഡിയിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിനൊരു വശക്കാഴ്ചയിലൊരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ടയോട്ട വെലോസിൻ്റെ പുറകുവശം വരുന്നത്. വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന LED സിംഗിൾ ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ടെയിൽ ലാമ്പിൻ്റെ മധ്യത്തിലായിട്ട് ടയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് വെലോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, തൊട്ട് താഴെ റിവേഴ്സ് ക്യാമറ വന്നിരിക്കുന്നു. താഴെ ബമ്പറിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയൊരു ഭാഗത്ത് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബമ്പറിൽ കട്ടിങ്ങുകളും എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനുകളും കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് തൊട്ട് മുകളിലായിട്ട് അലുമിനിയം ഫിനിഷോട് കൂടിയ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നു. വൈപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പോയിലർ വന്നിരിക്കുന്നു.
സ്പോയിലറേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് വരുന്നത്. ബ്ലാക്കിൻ്റെയും ഗ്രേയുടെയും കോമ്പിനേഷനുള്ള ഫാബ്രിക് ഫിനിഷോട് കൂടിയ സീറ്റുകളാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷുള്ള ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. മധ്യത്തിലായിട്ട് ടയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റിലും ക്രോമിയം ഫിനിഷോട് കൂടിയ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് AC യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഈ വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ വാഹനമാണ്. അതിൻ്റെ ഡ്രൈവിംഗ് മോഡുകൾ കൊടുത്തിരിക്കുന്നു. കൺട്രോൾ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഗിയർ നോബ് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു വയർലെസ് ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഫാബ്രിക് ഫിനിഷോട് കൂടിയ ഒരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റിന് താഴെ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു പവർ പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഡാഷ്ബോർഡിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ടെക്സ്റ്റേർഡ് ബ്ലാക്ക് ഫിനിഷ് അതുപോലെ തന്നെ ഒരു ആഷ് ഗ്രേ ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഫ്രണ്ടിലെ ഡോർ പാഡ് വരുന്നത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനോട് തൊട്ട് ചേർന്ന് 2 ചെറിയ ബോട്ടിലുകൾ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ വന്നിരിക്കുന്നു. ക്രോമിയം ഫിനിഷിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പൂർണ്ണമായും ബ്ലാക്ക് നിറത്തിലാണ് രണ്ടാം നിരയിലെ സീറ്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെഗ് റൂം രണ്ടാം നിരയിലെ സീറ്റിൽ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാം നിരയിലെ യാത്രക്കാർക്ക് AC വെൻറ്റുകൾ ഈ വാഹനത്തിൻ്റെ റൂഫിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് പുറകിലെ ഡോർ പാഡും ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. ക്രോമിയം ഫിനിഷിലുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. മൂന്നാം നിരയിലെ സീറ്റുകളെന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. കാരണം വളരെ കുറഞ്ഞൊരു ലെഗ് സ്പേസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ട് തൈ സപ്പോർട്ടൊക്കെ ഒട്ടും ഇല്ലാത്ത സീറ്റുകളാണ് മൂന്നാം നിരയിലെ സീറ്റുകൾ. മൂന്നാം നിരയിലെ യാത്രക്കാർക്ക് വേണ്ടി 2 സൈഡിലും ഇതുപോലെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡ്യുവൽ VVT പെട്രോൾ എഞ്ചിനാണ് ഏറ്റവും പുതിയ ടൊയോട്ട വെലോസിന് വരുന്നത്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6000 RPMൽ 104 HP-യും അതുപോലെ ഈ വാഹനം നൽകുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 4200 RPMൽ 138 Nm ആണ്. പ്രധാനമായും 6 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് നിറത്തിലുള്ള ഈ വാഹനം, ഇതുകൂടാതെ വൈറ്റ്, അതുപോലെ തന്നെ സിൽവർ, ഗ്രേ, റെഡ്, ബ്ലൂ എന്നിങ്ങനെയുള്ള 6 നിറത്തിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 4445 mm, അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1750 mm, കൂടാതെ ഹൈറ്റ് വരുന്നത് 1700 mm ആണ്. ഏറ്റവും പുതിയ ടൊയോട്ട വെലോസ് എന്ന് പറഞ്ഞ MPV സെഗ്മെൻറ്റിലുള്ള ഈ വാഹനം നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത് 19.3 km/ലിറ്റർ ആണ്. ടൊയോട്ട വെലോസിന്
ഒരൊറ്റ എൻജിൻ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡ്യുവൽ VVT എഞ്ചിനോട് കൂടി വരുന്ന ഈ ഒരു മോഡൽ. ടൊയോട്ട വെലോസിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 81,995 റിയാലാണ്. ഇത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ടൊയോട്ട വെലോസിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.